തീർന്നില്ല, പിന്നെയും അവിടുന്ന് മറ്റൊരു ഭാഗത്തിലൂടെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തവക്കുലിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയുമോ? പരിചയപ്പെടുത്തുകയാ പ്രിയമുള്ളവരെ, മനസ്സിലാക്കണം. وتوكل على الحي الذي لا يموت وسبح بحمده وكفى به بذنوب عباده خبيرا. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, മരണമില്ലാതെ ജീവിക്കുന്നവനിൽ കാര്യങ്ങൾ നിങ്ങൾ ഭരമേൽപ്പിക്കുക. വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്, മരണമില്ലാത്ത ജീവിച്ചിരിക്കുന്നവനിലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഭരമേൽപ്പിക്കുക എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ എന്റെ പ്രിയമുള്ളവരെ നബിതങ്ങളോട്, തങ്ങളുടെ ഉമ്മത്തിയങ്ങളോട് പറയാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ് കൽപ്പിക്കുകയാ. തീർന്നില്ല, പിന്നെയും അല്ലാഹു പറയുകയാ, വസബ്ബിഹ് ബിഹംദിഹി, അതിനാൽ തസ്ബീഹുകളും ഹംദുകളും ചെയ്യുന്നതോടൊപ്പം അവനിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്യുക എന്ന് പറയൂ നബിയേ. وكفى به بذنوب عباده خبيرا, തന്റെ സൃഷ്ടികളുടെ മുഴുവൻ പാപങ്ങളെ പറ്റിയും സൂക്ഷ്മമായി അറിയുന്ന റബ്ബ് തന്നെ മതി ഭരമേൽപ്പിക്കാൻ എന്ന് പറയൂ നബിയേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. എന്തേ? ജീവൻ മരണമില്ലാത്ത റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ്, എന്നെന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ്, ആ പടച്ച റബ്ബിലേക്ക് നിങ്ങൾ തസ്ബീഹുകളും ഹംദുകളും ചെയ്യുന്നതോടൊപ്പം അവനിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. കാരണം എന്തേ? സൃഷ്ടികളുടെ എല്ലാ പാപത്തെക്കുറിച്ചും മുഴുവനും അതിനെക്കുറിച്ച് അറിയാവുന്ന റബ്ബ് തന്നെ മതി നമുക്ക് ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലതെന്ന് പറയൂ നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ നബിതങ്ങളോട് പറയുകയാ. ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം. ഇങ്ങനെ പല വിശുദ്ധമായ ഖുർആനിന്റെ പല ഭാഗങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തവക്കുലിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും